ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ പരിശീലന പഠന പദ്ധതിയായ ദിവ്യബോധനം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ഭദ്രാസനത്തിൽ ആരംഭിക്കുന്നു. വരും വർഷം 4 കോഴ്സുകളായാണ് നടത്തുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31. കൂടുതൽ വിവരങ്ങൾക്ക് 09745693682 അഥവാ 09446710638 എന്ന നമ്പറുകളിലോ www.divyabodhanam.org അഥവാ www.ots.edu.in എന്ന വെബ്സൈറ്റുകൾ വഴിയോ ദിവ്യബോധനം ots@gmail.com എന്ന ഇമെയിൽ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ഇടപെടലിലൂടെ റഷ്യൻ പട്ടാളത്തിൽ കുടുങ്ങിയ സഹോദരങ്ങളുടെ മോചനത്തിൽ പുരോഗതി. റഷ്യൻ എംബസി 2 പേരുടെയും വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടത് അനുസരിച്ച് റഷ്യൻ എംബസിക്ക് വിവരങ്ങൾ നൽകുകയും അവരത് റഷ്യൻ സർക്കാരിന് കൈമാറുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം സ്വദേശത്തേക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുള്ളതായി പരിശുദ്ധ സഭ അറിയിച്ചു. വാകത്താനം വള്ളിക്കാട്ട് ദയറായിൽ ഖബർ അടങ്ങിയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 2ാം കാതോലിക്ക ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ 96ാം ഓർമ്മ പെരുന്നാൾ ഡിസംബർ 1 മുതൽ 17 വരെ പരിശുദ്ധ സഭ ഭക്തി പുരസരം ആചരിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കോട്ടയം ഭദ്രാസന മർത്തമറിയം ഏകദിന സമ്മേളനം, ഭദ്രാസന സൺഡേ സ്കൂൾ ലീഡേഴ്സ് മീറ്റ്, ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ആൽബം പ്രകാശനം, ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, ഖബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുക്കാർമികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമികത്വവും വഹിച്ചു. ജനഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെ വഴിവെട്ടിയ പിതാവാണ് വള്ളിക്കാട്ട് ദയറായിൽ ഖബറടങ്ങിയ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ എന്ന് അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലിത്ത അനുസ്മരിച്ചു. 2ാം കാതോലിക്കായി മലങ്കര സഭയെ നയിക്കുന്നതിനോടൊപ്പം നാടിന്റെ ഉയർച്ചയിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. തുടർന്ന് നടന്ന നാടിന്റെ നന്മ എന്ന ആശയ സംവേദന യോഗത്തിന് അഭിവന്യ സക്രിയ മാർ സേവേറിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത രാധാകൃഷ്ണൻ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈകുന്നേരം 3-ന് ജെറുസലേം സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ബാവായുടെ നാമത്തിലുള്ള കുരിശടി വരെയുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തെ തുടർന്നുള്ള ആശീർവാദത്തിനു ശേഷം പ്രാർത്ഥനയോടെ ഓർമ്മ പെരുന്നാൾ കൊടിയിറങ്ങി. പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് വാഹനാപകടത്തിൽ 4 പെൺകുട്ടികളുടെ മരണത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചിച്ചു. ഒരു നിമിഷം കൊണ്ട് ഒറ്റയ്ക്കായി പോയ അജ്ന ഷെറിൻ എന്ന കുട്ടിയുടെ കരഞ്ഞു തളർന്ന മുഖം മനസ്സിൽ നിന്നുമായുന്നില്ല. കൈകോർത്ത് പിടിച്ചിരുന്ന 4 കൂട്ടുകാർ ഇനി ആ പെൺകുട്ടിക്ക് ഒപ്പമില്ല. മരണപ്പെട്ട ആ 4 മക്കളുടെ കുടുംബാംഗങ്ങളെ എന്തു പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും? അശാസ്ത്രീയമായ നിരത്തിൽ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നു അധികാരികളുടെ കണ്ണു തുറക്കാൻ. ഇന്ത്യക്ക് റോഡ് അപകടങ്ങളുടെ മോശം റെക്കോർഡാണെന്ന് നിസ്സഹായതയോടെയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞത്. റോഡ് അപകടത്തിൽ നിന്ന് പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. വാഹനങ്ങൾ ദിനംപ്രതി പെരുകുന്ന നിരത്തിൽ ജീവൻ സുരക്ഷിതമാക്കുക എന്നത് വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ടൈമിൽ ഭാരവാഹനങ്ങൾ നിരത്തിൽ പാടില്ലെന്നാണ് നിയമം. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പരിധിവരെ ഇത് നടപ്പാക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ അത്ര ശക്തമല്ല ഇത് എന്ന് നിരത്തുകൾ തെളിവാണ്. ഈ നിയമങ്ങളൊക്കെ കർശനമായി നടപ്പാക്കാൻ ഇനിയെങ്കിലും അടുത്ത ദുരന്തത്തിനായി നാം കാത്തിരിക്കരുത്. സൗഹൃദത്തിന്റെ കരവലയം നഷ്ടപ്പെട്ട അജ്നമോളുടെ കരങ്ങളെ ഈ എളിയ ഇടയൻ ചേർത്ത് പിടിക്കുന്നു. 3.5 കോടി മലയാളികളുടെ സൗഹൃദ വലയം ഇനി അജ്നയ്ക്ക് ഒപ്പമുണ്ടാകും. പ്രിയമക്കളുടെ വേർപാടിൽ വേദനിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. 75ാമത് ജന്മദിനം ആഘോഷിക്കുന്ന മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പായെ പൊന്നാട അണിയിച്ച് അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത മലങ്കര സഭയുടെ ആശംസകൾ നേർന്നു. ICCK ആനുവൽ കോൺഫറൻസിൽ പരുമല കാർഡിയോളജിക്ക് പുരസ്കാര തിളക്കം. കൊച്ചിയിൽ വെച്ച് കേരളത്തിലെ പ്രമുഖരായ കാർഡിയോളജിസ്റ്റുകൾ പങ്കെടുത്ത ICCK ആനുവൽ കോൺഫറൻസിൽ പരുമല കാർഡിയോളജി വിഭാഗത്തിന് അഭിമാനകരമായ നേട്ടം. സ്പെഷ്യൽ കാറ്റഗറി അവാർഡ് സെഷനിൽ ദ മോസ്റ്റ് എഡ്യൂക്കേഷണൽ കേസ് അവാർഡ്
ഒന്നാം സ്ഥാനം പരുമല കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോയൽ ജെ കണ്ടത്തിന് ലഭിച്ചു. കോട്ടയം മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അരുൺ ഗോപി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. അനാഥത്വത്തിന്റെ ഇടനാഴികളിൽ നിന്ന് കാരുണ്യത്തിന്റെ തണലിലേക്ക് കാരുണ്യ വിശ്രാന്തി ഭവൻ അവരെ സനാഥരാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിൽ ഇടനാഴികളിലും അനാഥരും അജ്ഞാതരുമായി കഴിഞ്ഞ 17 പേർക്ക് കാരുണ്യ വിശ്രാന്തി ഭവൻ അഭയമാകുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം കാരുണ്യ ഗൈഡൻസ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ വിശ്രാന്തി ഭവനാണ് അനാഥരായി ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും ശുശ്രൂഷകളും ലഭിക്കാതെ കഴിഞ്ഞിരുന്ന രോഗികളും അനാഥരുമായവരെ ഏറ്റെടുത്ത് സ്വസ്ഥവും സംതൃപ്തവുമായ ജീവിതം ഒരുക്കുന്നത്. ഭർത്താവും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉള്ളവരാണ് പലരും. പലവിധമായ കാരണങ്ങളാൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് അനാഥത്വത്തിന്റെ ഇടനാഴിയിൽ പരസഹായത്തിനായി കേഴുന്ന ജീവിതങ്ങൾ. വീട് വിട്ടിറങ്ങിയവരും വീട്ടുകാർ ഇറക്കി വിട്ടവരുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. കൂടുതലും ഏതെങ്കിലും അപകടങ്ങളെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിയവരാണ്. ഇവരിൽ ചികിത്സ പൂർത്തിയാക്കിയിട്ടും പോകാനിടമില്ലാതെ കാലങ്ങളായി കഴിയുന്നവരുണ്ട്. ഹിന്ദിയും തമിഴും കന്നഡയും സംസാരിക്കുന്നവർ, നാടും വീടും തിരിച്ചറിയാനാവാത്തവരുമുണ്ട്. കഷ്ടപ്പാടിൻ്റെ, ചതിക്കപ്പെട്ടതിൻ്റെ, പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചതിൻ്റെ, കയ്യിലുള്ളതെല്ലാം അപഹരിച്ചതിൻ്റെ നൊമ്പരങ്ങളെല്ലാം മറന്ന് ഇനിയവർ കാരുണ്യത്തിൻ്റെ കരങ്ങളിൽ. 1999 പ്രവർത്തനം ആരംഭിച്ച കാരുണ്യ വിശ്രാന്തി ഭവൻ 2024 25 വർഷങ്ങൾ പൂർത്തിയായി. ഈ മാസം 23 സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ശ്രീകാര്യം കട്ടലയിലുള്ള സ്ഥാപനത്തിൽ നടക്കുന്നതാണ്. ഇതിനോടകം മെഡിക്കൽ കോളേജ് റീജിയണൽ ക്യാൻസർ സെന്റർ, ജനറൽ ആശുപത്രി 9-ാം വാർഡ്, പേരൂർക്കട മാനസിക രോഗാശുപത്രി തുടങ്ങി ഇടങ്ങളിൽ നിന്ന് 100 കണക്കിന് അനാഥരും പരസഹായം ആവശ്യമുള്ളവരുമായ നിർധനരെ ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കാൻ കാരുണ്യ വിശ്രാന്തി ഭവന് കഴിഞ്ഞതായി തോമസ് ജോൺ റമ്പാൻ പറഞ്ഞു. തിരുവനന്തപുരം യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റ് UCM സംഘടിപ്പിച്ച 74ാമത് ക്രിസ്മസ് സംഗമം ഡിസംബർ 15 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് കവടിയാർ സാൽവേഷൻ ആർമി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. മുഖ്യ സന്ദേശം നൽകി. 13 ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളുടെ കൂട്ടായ്മയിൽ വിവിധ ക്വയർ അംഗങ്ങൾ കരോൾ ഗാനം ആലപിച്ചു. എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിൽ നിറസാന്നിധ്യമായ ഷെവലിയാർ കോഷ്യം ജോർജിന് അഭിമന്യ തിരുമനസ്സുകൊണ്ട് സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ മറുവിഭാഗത്തെ തടഞ്ഞു എന്നത് വസ്തുത വിരുദ്ധം. തൃശൂർ ഭദ്രാസനത്തിലെ ചാലിശ്ശേരി ഓർത്തഡോക്സ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി രാജ്യത്തെ കോടതി ഉത്തരവുകൾ എക്കാലവും അംഗീകരിച്ചിട്ടുള്ളവരാണ്. നിയമപരമായി ആരുടെയും അവകാശങ്ങൾ നിഷേധിച്ചിട്ടില്ല. കോടതി അലക്ഷ്യ നടപടികളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർ കുരിശടികളും പാരിഷ് ഹാളും ഏറ്റെടുത്ത നടപടിയുടെ പ്രതിഷേധ പ്രകടനമായിരുന്നു അവർ പള്ളിയിലേക്ക് നടത്തിയത്. നഷ്ടബോധത്തിന്റെ ജാള്യത മറച്ചുപിടിക്കാൻ ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയതാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ വിഘടിത വിഭാഗം കുർബാന അവസാനിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന കഴിയുന്നതിന് മുമ്പ് അവർ എത്തിയത്. പോലീസ് പ്രൊട്ടക്ഷനുള്ള പള്ളിയായതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കായിരുന്നു. സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ ജനങ്ങൾ സംഘം ചേർന്ന് മുദ്രാവാക്യം മുഴക്കി വരുന്ന ശൈലി ക്രിസ്തീയ സഭയിൽ നാളിതുവരെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ കോടതി വിധി നടപ്പിലാക്കാൻ ചാലിശ്ശേരിയിൽ വന്ന ജില്ലാ പോലീസ് ഭരണാധികാരികളെ മണ്ണെണ്ണ, പെട്രോൾ എന്നിവ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിരട്ടി ഓടിച്ചത് സേനയ്ക്ക് അപമാനമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവുകൾ ലംഘിച്ചും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി സ്വതന്ത്ര ഇന്ത്യയെ അപമാനിച്ച് വെല്ലുവിളിക്കുന്നു. ഇവരുടെ ഗൂഢാലോചന പള്ളിയുടെ മുമ്പിലുള്ള CCTV പരിശോധിച്ചാൽ വ്യക്തമാണ്. വസ്തുതാവിരുദ്ധമായ വാർത്തയിൽ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ മാനേജിംഗ് കമ്മിറ്റി പ്രതിഷേധിക്കുന്നു എന്ന് ട്രസ്റ്റി ശ്രീ CG ഷാജു, സെക്രട്ടറി ശ്രീ സജോ എന്നിവർ അറിയിച്ചു. കോട്ടയം മീനടം പാമ്പാടി ദേറ SN പുരം വഴിയുള്ള KSRTC ബസ്സിന് പാമ്പാടി ദേറായിൽ അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കോട്ടയത്തു നിന്നും മീനടം, പാമ്പാടി ദേറ, ആലാമ്പള്ളി, പാമ്പാടി വഴി SN പുരത്തിന് എന്നതാണ് ഓടിത്തുടങ്ങിയ പുതിയ KSRTC ബസിന്റെ റൂട്ട് ക്രമം. ഭാരതമണ്ണിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ച, മൈലാപ്പൂരിൽ സാക്ഷിമരണം പ്രാപിച്ച, ഭാരതത്തിന്റെ അപ്പോസ്തലനും നമ്മുടെ കാവൽ പിതാവുമായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ്
ചരിത്രമുറങ്ങുന്ന മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. ഡിസംബർ 17 ചൊവ്വാഴ്ച വെട്ടിക്കൽ ദേറായിൽ നിന്ന് സന്ധ്യാനമസ്കാരത്തിന് ശേഷം മാർത്തോമൻ പള്ളിയിലേക്ക് വാഹന ഘോഷയാത്രയായി മുളന്തുരുത്തി ഓർത്തഡോക്സ് സെൻട്രലിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ഘോഷയാത്രയായി മുളന്തുരുത്തി ദേവാലയത്തിൽ കൊണ്ടുവരികയും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ്, കൊല്ലം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവിനാസിയോസ് എന്നീ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുശേഷിപ്പ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഭാരതത്തിലെ പാർലമെന്റ് പ്രതിനിധികളുടെ ക്രിസ്തുമസ് സംഗമത്തിൽ പങ്കെടുത്ത് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ക്രിസ്തുമസ് സന്ദേശം നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ അങ്കമാലി ഭദ്രാസനത്തിലെ 6 പള്ളികളിൽ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചതിനെതിരെ കേരള സർക്കാരും വിഘടിത പാത്രിയർക്കീസ് വിഭാഗവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലുകൾ വാദം കേട്ടു. എന്നാൽ കോടതിയിൽ ഒരു തീരുമാനമുണ്ടായില്ല. വിശദമായ വാദത്തിന് 2025 ജനുവരി 29, 30 തീയതികളിൽ പരിഗണിക്കും. മലങ്കര സഭയെ സംബന്ധിച്ച വിവിധങ്ങളായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധികൾ പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ കോടതി ശ്രമിക്കുകയാണെന്ന് വ്യക്തമാക്കി. മലങ്കര സഭയെ കക്ഷിയാക്കി നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളിതുവരെ നോട്ടീസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അഡ്മിഷൻ സ്റ്റേജിൽ ആയിരുന്നതിനാൽ മലങ്കര സഭയ്ക്ക് സഭാ ഭരണഘടനയെ സംബന്ധിച്ചോ ബഹുമാനപ്പെട്ട കോടതി വിധികളെ സംബന്ധിച്ചോ ഒന്നും വിശദമായി എഴുതി കൊടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു. വീണ്ടും സമർപ്പിക്കുന്ന രേഖകൾ പരിശോധിച്ച് കോടതിയിൽ വിശദമായ വാദം കേൾക്കാൻ ജനുവരിയിൽ പരിഗണിക്കും വരെ തൽസ്ഥിതി അഥവാ സ്റ്റാറ്റസ് കോ തുടരണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഡിസംബർ 17 തീയതി വൈകുന്നേരം ഗവർണറുടെ വസതിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് വിരുന്നിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത പങ്കെടുത്തു. കേരളത്തിലെ വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ പരിശുദ്ധ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും സന്നിഹിതനായിരുന്നു. മലങ്കര സഭാ ഭരണഘടനാ രൂപീകരണത്തിന്റെ 90ാം വാർഷിക സമ്മേളനം ഡിസംബർ 26 കോട്ടയം MD സെമിനാരി വളപ്പിൽ നടത്തപ്പെടും. 90ാം വാർഷിക സമ്മേളനത്തിനായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം ഡിസംബർ 19 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ 12ാമത് മാർത്തോമൻ സ്മൃതി യാത്രയും സംഗമവും ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. രാവിലെ 7:30 ആങ്ങമൊഴി ഊർഷ്ലേം കാതോലിക്കേറ്റ് സെന്ററിൽ വിശുദ്ധ കുർബാന അഭിവന്യ തിരുമേനി അർപ്പിച്ചു. തുടർന്ന് നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയത്തിലേക്ക് സ്മൃതി യാത്ര നടത്തി. സ്മൃതി സംഗമം മുഖ്യ സന്ദേശം പ്രൊഫസർ ഡോക്ടർ മാത്യു പി ജോസഫ് നൽകി. ഭദ്രാസന വൈദിക യോഗവും നടത്തി. എയർ ഇന്ത്യയുടെ പൈലറ്റായി നിയമിതനായ ശ്രീ ടിറ്റു രാജനും വേൾഡ് മലയാളി കൗൺസിൽ ഒമാൻ പ്രൊവിൻസിന്റെ ഓണാഘോഷത്തോടും കേരളപ്പിറവി ആഘോഷത്തിനോടും അനുബന്ധിച്ച് മസ്കറ്റ് കോളേജ് ഓഫ് ബാങ്കിംഗ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾക്ക് ആദരം ലഭിച്ച ശ്രീ ഹാൻസൺ ലൂക്കിനും ഡിസംബർ 13 മലപ്പുറത്ത് നടന്ന കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിമിൽ 2024 പവർ ലിഫ്റ്റിംഗിൽ കോട്ടയം ജില്ലയ്ക്കായി 2 സ്വർണ്ണ മെഡലുകൾ നേടിയ ശ്രീ സോളമൻ തോമസിനും ഭാര്യ ക്രിസ്റ്റി സോളമനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വന്യ ജോൺ ഈപ്പൻ അച്ഛനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സൂപ്പർ സ്പെഷ്യാലിറ്റി നടത്തിയ ന്യൂറോളജി വിഭാഗത്തിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ഹൃദയ അന്ന ജെയിംസിനും കേരള കാർഷിക സർവകലാശാല അഗ്രികൾച്ചറൽ സയൻസിൽ ഡോക്ടറേറ്റ് ലഭിച്ച മാടപ്പള്ളി കൃഷിഭവൻ കൃഷി ഓഫീസർ ശ്രീമതി മനീഷ എൽസ ജേക്കബിനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരുത്തുംപാറയിലുള്ള ആയുർവേദ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ കോട്ടയം മദ്രാസന സെക്രട്ടറി വന്യ KM സക്രിയാച്ചനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.